നമസ്കാരം. മലയോര കർഷകർക്ക് പട്ടയം നൽകുന്നതിനെതിരായി തിരുവാങ്കുളം നാച്ചുറൽ ലവേഴ്സ് ക്ലബ് എന്ന സംഘടന നൽകിയ ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ ഉണ്ടായി. ഈ കേസ് LDF സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലിനെ തുടർന്ന് തള്ളി. അവർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും അവിടെയും കേസ് തള്ളി. LDF സർക്കാർ ഫലപ്രദമായി ജനങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഇടപെട്ടതിന്റെ ഫലമാണിത്. അതിനെ തുടർന്ന് വീണ്ടും UDF സർക്കാർ വനമില്ലാത്ത പ്രദേശത്ത് പട്ടയം നൽകാൻ തടസ്സമുണ്ടാക്കുകയും കേന്ദ്ര വനം വകുപ്പിനെ ഇടപെടുത്തുകയും ചെയ്തു. വനം, റവന്യൂ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി അർഹരായവർക്ക് പട്ടയം നൽകുവാൻ തീരുമാനിച്ചു. 1977 ജനുവരി 1 വരെയുള്ള വനഭൂമി കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനാണ് ഈ സംയുക്ത പരിശോധന ഏർപ്പെടുത്തിയത്. രാജഭരണ കാലം മുതൽ റവന്യൂ ഭൂമിയായി നിശ്ചയിച്ചിരുന്ന പ്രദേശം വനഭൂമിയാക്കി തീരുമാനിക്കുന്നതിനുള്ള കുതന്ത്രമാണ് K. കരുണാകരന്റെ നേതൃത്വത്തിൽ PJ ജോസഫ് റവന്യൂ മന്ത്രിയാണ് സംസ്ഥാന സർക്കാർ എടുത്തത്. ഇതൊരു വലിയ വഞ്ചനയായിരുന്നുവെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിനുള്ള കാരണങ്ങൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന കേസിന്റെ വസ്തുതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മനസ്സിലാകും. 1995 TM ഗോവിന്ദവർമ്മൻ തിരുമുൽപ്പാട്ടിന്റെ നിലമ്പൂർ കോവിലകം കേസിനെ തുടർന്നാണ് ഈ പ്രദേശം വനം ആക്കണമെന്ന ആവശ്യം ശക്തി പ്രാപിച്ചത്. കേസിൽ കോടതിയെ സഹായിക്കാൻ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഒരു എംപവേർഡ് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിച്ചു. വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന 2003 ഈ കേസ് എംപവേർഡ് കമ്മിറ്റിക്ക് മുമ്പിൽ സമർപ്പിച്ചു. കേസ് ബാഹ്യശക്തികളുടെ സഹായത്തോടെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഒളിവിലും റിട്ടയർ ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടും ഇതിന് നേതൃത്വം നൽകി വരുന്നു. എംപവേർഡ് കമ്മിറ്റി 5 പ്രാവശ്യം സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം അറിയാൻ വിളിച്ചു. AK ആന്റണി മുഖ്യമന്ത്രിയായിട്ടുള്ള സംസ്ഥാന സർക്കാർ ഹാജരായില്ല, ഒരു മറുപടിയും നൽകിയില്ല. അതിനേക്കാൾ വീഴ്ച എംപവേർഡ് കമ്മിറ്റി മൂന്നാർ, പീരുമേട് പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ പോലും അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. CHR പ്രദേശം സന്ദർശിച്ച സന്ദർഭത്തിൽ അവരെ കാണുന്നതിനും നേരിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും ലഭിച്ച സുവർണ അവസരം നഷ്ടപ്പെടുത്തി. ഇതിന്റെ ഫലം നമുക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മൂലം പരിശോധനയ്ക്ക് ശേഷം കമ്മിറ്റി 2005 സെപ്റ്റംബർ 7 സുപ്രീം കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് 1980 വനനിയമത്തിന്റെ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും 1897 വിജ്ഞാന പ്രകാരം തിരുമുൽപ്പാട് കേസിന്റെ വിധി മുമ്പ് വനമായിരുന്നതും ഇപ്പോൾ വനമായി തോന്നുന്ന പ്രദേശവും വനമായി കണക്കാക്കാം എന്നാണ്. ഇതാണ് ഇടുക്കിക്കാരെ ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി റിപ്പോർട്ട് അംഗീകരിച്ച് ഫയലിൽ സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചെങ്കിലും അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഒരു മറുപടിയും കൊടുത്തില്ല. ആദ്യം AK ആന്റണിയും പിന്നീട് ഉമ്മൻചാണ്ടിയും ഇതേ കേസിൽ നിലപാട് സ്വീകരിക്കാതിരുന്നത് മലയോരത്തിന് ശക്തമായ തിരിച്ചടിയായി മാറി എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിലെ വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ CHR പ്രദേശം വനമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. 2007 VC അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഭൂമി കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കാണുകയും കുടിയേറ്റക്കാരെ സംരക്ഷിക്കുകയും കയ്യേറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന നയവും LDF സർക്കാർ തീരുമാനിച്ചു. കേസിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ തന്നെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ കേസിൽ ഹാജരായി വാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 2024 ഒക്ടോബർ 24 പട്ടയ വിതരണവും നിർമ്മാണ പ്രവർത്തനവും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടാകുന്നത്. ഇത് ഈ മേഖലയിലെ ജനങ്ങൾ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേന്ദ്ര കോൺഗ്രസ് ഗവൺമെന്റ് സ്വീകരിച്ച ജനവിരുദ്ധ നയങ്ങളും സംസ്ഥാന കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ച കർഷക ദ്രോഹ നിലപാടുകളുമാണ് മലയോര ജനതയുടെ നെഞ്ചിൽ ഇപ്പോൾ വീണ്ടും തീ കോരിയിട്ടിരിക്കുന്നത്. UDF സർക്കാർ CHR വനമാണെന്നെടുത്ത നിലപാടാണ് 2014 ഓഗസ്റ്റ് 20 സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി എടുത്തത്. ഇതാണ് അമിക്കസ് കുറി പരമേശ്വരൻ 2024 ഓഗസ്റ്റ് 21 സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. UDF കൃഷിക്കാർക്കും മറ്റ് ജനങ്ങൾക്കും എതിരായി സ്വീകരിക്കുന്ന ദ്രോഹം ചില്ലറയല്ല. ഈ കേസ് ഡെമോക്ലീസിന്റെ വാള് പോലെ മലയോര ജനതയുടെ തലയ്ക്കുമീതെ തൂങ്ങുമ്പോൾ സംസ്ഥാന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കണ്ണിമച്ചിമാതെ ഇടുക്കിയിലെ ജനതയെ രക്ഷിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് ആശ്വാസം പകരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ LDF സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം അത്രയേറെ വ്യക്തമാണെന്ന് എതിരാളികൾ പോലും സമ്മതിക്കും.